കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കയർ ബോർഡ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കയർ ബോർഡ്. കയർ ബോർഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ ശ്രദ്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ നിൽക്കുകയാണ്. ഏവരെയും ബുദ്ധിമുട്ടിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ തൊഴിൽ പീഡനം എന്നുള്ളതാണ്. ജോളി മധു എന്ന സ്ത്രീയുടെ മരണത്തിന് വരെ ഇടയാക്കിയ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവരുടെ മരണത്തിലൂടെയാണ് അവരെഴുതിയ കുറിപ്പുകളും മറ്റും പുറത്തു വരുന്നത്. അതെ, അവിടുത്തെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ അവരുടെ ശാരീരികാവസ്ഥയെ വഷളാക്കിയതാണ്. അവരൊരു ക്യാൻസർ അതിജീവിതയായിരുന്നു, വിധവയായിരുന്നു. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ആരോപണങ്ങൾ അവരുടെ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് ഇന്നലെ പുറത്തു വരികയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അഴിമതികൾ പുറത്തു വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരൊക്കെ മറ്റു ഉദ്യോഗസ്ഥരെ അത് ബാധിക്കുന്നു, അവരതിനെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്ന് വരുമ്പോഴാണ് തൊഴിൽ പീഡനത്തിലേക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങുന്നത് എന്നുള്ളത് കൂടിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഏതായാലും ശക്തമായ പ്രതിഷേധം അവിടെ അങ്ങനെ ഉയരുകയാണ് അല്ലേ? ഉന്നത ഉദ്യോഗസ്ഥരുടെ അവിശുദ്ധ ഇടപാടുകൾ പാവപ്പെട്ട ജീവനക്കാരെ ബലിയാടാക്കുകയാണ്. അതിന്റെ അനന്തരഫലമാണ് ജോളി മധുവിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആരോപിക്കുന്നത്. അവർ ആ വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയാണ്. തൊഴിൽ പീഡനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ വിധത്തിൽ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉമേഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, കേരളത്തിലെ കയർ ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനവും കൊച്ചിയാണ്. അവിടെ വലിയ തോതിലുള്ള തൊഴിൽ പീഡനം ജോളി മധുവിൻ്റെ മരണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സമൂഹം അറിയുന്നത്. ഇപ്പോൾ ജീവനക്കാർ, അവരുടെ സഹപ്രവർത്തകരടക്കം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശക്തമായ സമരത്തിനും പ്രതിഷേധത്തിനും ഒരുങ്ങുകയാണ്. അതെ ശരത്ത്, ഈ കേന്ദ്ര കയർ ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്ന ജോളി മധുവിൻ്റെ മരണത്തിന് പിന്നാലെയാണ് ഈ കയർ ബോർഡിൽ നടക്കുന്ന തൊഴിൽ പീഡനത്തെക്കുറിച്ചും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചുമൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഈ കയർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. അവിടെ വന്ന ഈ ജോളി മധുവിൻ്റെ സഹപ്രവർത്തകരും മറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുമൊക്കെയാണ് ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളെക്കുറിച്ച്, തൊഴിൽ പീഡനങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കേന്ദ്ര കയർ ബോർഡിൽ തന്നെ വലിയ അഴിമതികൾ നടക്കുന്നുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരാണ് അതിന് കൂട്ടുനിൽക്കുന്നത്. ഉദാഹരണമായി അവർ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി. അവിടെ ഈ നടത്താത്ത എക്സിബിഷൻ്റെ പേരിൽ 65 ലക്ഷം രൂപ കൈപ്പറ്റുന്നു, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു എന്ന രീതിയിൽ എന്ന് പറഞ്ഞ് 35 ലക്ഷം രൂപ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ കേസ് നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അനുമതി, ബന്ധപ്പെട്ടവരുടെയൊക്കെ അനുമതിയില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥർ വിദേശയാത്ര നടത്തുന്നു, ആ ഇനത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അഴിമതികൾ അവിടെയുണ്ട്. അത് മറ്റ് ജീവനക്കാർക്കും ഇതേക്കുറിച്ച് വിവരം ലഭിക്കുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുമ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്ന് വലിയ മാനസിക പീഡനങ്ങൾ, തൊഴിൽ പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ ജീവനക്കാർ തന്നെ ആരോപിക്കുന്നത്. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അതൃപ്തിക്ക് കാരണമാകുന്ന, അതിന് ഉദ്യോഗസ്ഥരെയൊക്കെ അല്ലെങ്കിൽ ജീവനക്കാരെയൊക്കെ വലിയ തോതിൽ തൊഴിൽ പീഡനം നടത്തുന്നു. അവരെ പലതരത്തിലാണ് ദ്രോഹിക്കുന്നത്. അവരെ സ്ഥലം മാറ്റുന്നു, ഒരു മാനദണ്ഡവും പാലിക്കാതെ പലയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നു. അവർ കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ആദ്യം അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന, കേരളത്തിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ജോളി മധു. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം കർണാടകയിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്കാണ് ഈ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ആദ്യം ഈ ക്രമവിരുദ്ധമായ ഒരു നടപടി ചെയ്യുന്നതിന് വേണ്ടി മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. അത് ജോളി നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് അവരോടുള്ള സമീപനം മാറുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ ഒരു മനസ്സിലാക്കലുകൾ കൂടി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഉണ്ടാകുന്നുവെന്നല്ലേ? അതെ തന്നെ, അത് ചൂണ്ടിക്കാട്ടി തന്നെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ, അല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് അവർ പോകുന്നു എന്നാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ പറഞ്ഞത്. ഈ ജോളി മധുവിനെ പോലെ നിരവധി വനിതാ ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ കേന്ദ്ര കയർ ബോർഡിൽ ഇതുവരെ ഒരു പ്രവർത്തനക്ഷമമായ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി പോലും ഇല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ ഒരു മാനദണ്ഡവുമില്ലാതെ അവിടെ തന്നെ ഒരു വനിത, 12 വർഷം മാത്രം സർവീസുള്ളൊരു വനിതയെ ഇതിനകം തന്നെ 7 തവണ സ്ഥലം മാറ്റുന്നു. ഇത്തരത്തിൽ ഒരു മാനദണ്ഡവുമില്ലാതെ ഈ സ്ഥലം മാറ്റം നടത്തുന്നു. അവധിക്ക് അപേക്ഷിച്ച് അവരുടെ ആരോഗ്യ കാരണങ്ങൾ, പലർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് അവധിക്ക് അപേക്ഷിക്കുന്നു. എന്നാൽ ആ അവധി അനുവദിക്കാതിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ വേതനം തടഞ്ഞു വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനങ്ങൾ അവിടെ നിത്യസംഭവമായി മാറുന്നു എന്നുള്ളതാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ജോളി മധുവിൻ്റെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര കയർ ബോർഡിൽ ഉദ്യോഗസ്ഥനായ മറ്റൊരാളുടെ
മകൻ ഈ സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. തൻ്റെ പിതാവ് പക്ഷാഘാതം വന്ന് ചികിത്സയിൽ കഴിയുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥലം മാറ്റം നൽകുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അത് ചൂണ്ടിക്കാട്ടി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് പോകും എന്നാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ ജോളി മധുവിനുണ്ടായ അനുഭവം അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പീഡനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ ജോളി മധുവിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഒരുപക്ഷെ ഉടൻ തന്നെ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അതെ, സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധമുയരുകയാണ്. ശരി ഉമേഷ്, വീണ്ടും കൂടുതൽ വാർത്തകളുമായി ഉമേഷിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. മറ്റു വാർത്തകൾ ഇനി ഉമേഷ് തന്നെ വരാനുണ്ട് രാവിലെ. പാതിവില തട്ടിപ്പൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ.